ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഇനി അങ്ങോട്ട് ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ? എപ്പോഴത്തേക്കായിരിക്കും കോടതിയിൽ ഹാജരാക്കുക? ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുകളൊക്കെ തുടർന്നു വരികയാണ്. ഇപ്പോൾ കേസുകളിലെ രണ്ടാം പ്രതി, ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. 4 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയ്ക്ക് ശേഷമായിരുന്നു റിമാൻഡ് ചെയ്യൽ നടപടിയടക്കം. അതേസമയം മുരാരി ബാബുവിനായുള്ള കസ്റ്റഡി അപേക്ഷ SIT പ്രത്യേക അന്വേഷണ സംഘം ഇനിയും നൽകിയിട്ടില്ല. അതിനിടെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ബിനോയ് ചേരുന്നു, ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ്. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിലും ചോദ്യം ചെയ്യലുണ്ടാകുമോ, അതോ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഒരു കസ്റ്റഡി അപേക്ഷയ്ക്കൊക്കെയുള്ള സാധ്യത ഒക്കെ എങ്ങനെയാണ് ബിനോയ്? സ്വർണ്ണപ്പാളി വിവാദത്തിലെ മൂന്നാം പ്രതിയാണ് ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ. ഇന്നലെ 4 മണിയോടുകൂടിയാണ് സുധീഷ് കുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. സുധീഷ് കുമാറിനൊപ്പം KN വാസുദേവനും ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായിരുന്നു KN വാസുദേവൻ. ഇരുവരെയും ചോദ്യം ചെയ്തതിനു ശേഷം KN വാസുദേവനെ വിട്ടയച്ചു. സുധീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം മുരാരി തയ്യാറാക്കിയ മഹസറിനെ എതിർക്കാതെ അത് പാസ്സാക്കുന്നതിന് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഇപ്പോഴത്തെ കുറ്റം. അതായത് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്തില്ല. പകരം ഈ ചെമ്പുപാളി എന്ന് വ്യാജരേഖ ചമച്ചപ്പോൾ, മുരാരി ബാബു ചമച്ചപ്പോഴേക്കും അതിന് ഒത്താശ ചെയ്തത് സുധീഷ് കുമാറാണ്. സുധീഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ വലിയ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഗൂഢാലോചനയിലും വഞ്ചനയിലും പ്രതിയാക്കിക്കൊണ്ട് ഇപ്പോൾ സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് അല്പസമയത്തുള്ളിൽ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. കാരണം സുധീഷ് കുമാറിനെതിരെ കാര്യമായ ഗൗരവതരത്തിലുള്ള മറ്റേ മോഷണ കുറ്റങ്ങളോ അതൊന്നുമില്ല. പകരം ഇവരുമായി ഉള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന തരത്തിൽ മാത്രമാണ് ഇപ്പോൾ നിലവിലെ ആരോപണം. ആ ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുധീഷ് കുമാർ നേരത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്ന N വാസുവിന്റെ പേഴ്സണൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ശബരിമലയിലെ ഒട്ടുമിക്ക സ്ഥാനങ്ങളിലും ജോലി ചെയ്ത ആളാണ് സുധീഷ് കുമാർ. മുരാരി ബാബുവിനെ പോലെ തന്നെ സുധീഷ് കുമാറും ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ജോലി ചെയ്തിരുന്നു. മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നടന്ന ഒട്ടുമിക്ക ക്രമക്കേടുകൾക്കും ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്നൊരു സംശയം പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ആ വിഷയങ്ങളിലൊക്കെ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാളിദാസ്. ശരി, ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങ് നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സ്പെൻസർ ജംഗ്ഷൻ, ബേക്കറി ജംഗ്ഷൻ, RBI വാൻറോസ്, ഊറ്റുകുഴി, മെയിൻ ഗേറ്റ്, ആസാദ് ഗേറ്റ്, ഗവൺമെന്റ് പ്രസ് ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിൽ നിന്നും സെൻട്രൽ സ്റ്റേഡിയം ഭാഗത്തേക്ക് വാഹന ഗതാഗതം അനുവദിക്കില്ല. ഇരുചക്ര വാഹനങ്ങൾക്കും ഭാരവാഹനങ്ങൾക്കും 12 ഇടങ്ങളിൽ പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. ഏറ്റവും സുപ്രധാനമാണ്